കിഞ്ചന വർത്തമാനം. രചന സി കൃഷ്ണകുമാർ. ടോക്കൺ നമ്പർ 111 ഗോപാലകൃഷ്ണൻ. ദാ അടുത്ത നമ്പറാ, അങ്ങോട്ട് പോയിക്കോളൂ. ജ്യോതിഷരത്നം രാമചന്ദ്ര പണിക്കർ അവിടെയുണ്ട്. എന്തൊരു തിരക്കാ, ഞാൻ രാവിലെ 9:30 വന്നതാ. ഇപ്പൊ എല്ലാവർക്കും ഒരുപാട് പ്രശ്നങ്ങളുള്ളതല്ലേ. നിങ്ങൾ ഭാഗ്യവാനാണ്. 2 മണിക്കൂറല്ലേ ഇരിക്കേണ്ടി വന്നുള്ളൂ. ശരി, ഒരാൾ പുറത്തു വരുന്നുണ്ട്. എന്നാ ഞാൻ പോട്ടെ. നമസ്കാരം ജ്യോത്സ്യരെ. നമസ്കാരം. നമസ്കാരം. ഗോപാലകൃഷ്ണൻ അല്ലേ? അതെ. തെക്കേടത്ത് വീട്ടിൽ സുകുമാരൻ നായർ ദാക്ഷായണി ദമ്പതികളുടെ 3ാമത്തെ മകൻ. അതെ. 61 വയസ്സ്. ഇപ്പോൾ BP-ക്കും ഷുഗറിനും മരുന്ന് കഴിക്കുന്നുണ്ട്. എന്താ പറഞ്ഞത്? ഈശ്വരാ, 100% സത്യം. അല്ല, ഇതൊക്കെ എങ്ങനെ? ഒരു ജ്യോതിഷി എല്ലാം അറിയുന്നു. ആട്ടെ, വന്ന കാര്യം ഉറക്കമില്ലായ്മ മാത്രമാണോ ഗോപാലകൃഷ്ണന്റെ പ്രശ്നം? ഓ, സമ്മതിച്ചു ജ്യോത്സ്യരെ, സമ്മതിച്ചു. അങ്ങ് മനസ്സറിയുന്നവനാണ്, മനസ്സ് വായിക്കുന്നവനാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ തൊഴിൽ അതാണല്ലോ. താങ്കളുടെ തൊഴിൽ താങ്കൾ സമർത്ഥനാവുന്നത് പോലെ എന്റെ തൊഴിലിൽ ഞാനും പാസ്സാവുകയെങ്കിലും വേണ്ടേ? എനിക്ക് 2 മക്കളാണ്, സുഭാഷും ശ്യാമയും. അതെ, അവരെ ഞാൻ പൊന്നുപോലെയാണ് വളർത്തിയത്. എന്ത് കാര്യം, അങ്ങയുടെ സൽപ്പേര് ഇനി അധിക നാളുണ്ടാവണമെന്നില്ലല്ലോ. ജ്യോത്സ്യരെ, പണത്തിനൊരു കുഴപ്പമുണ്ട് ഗോപാലകൃഷ്ണ. അതിനോട് ആർത്തി കാണിച്ചാൽ അത് നമ്മെ എന്തും ചെയ്യിക്കും. ഇപ്പൊ നമ്മുടെ നാട്ടിലെ കാര്യം തന്നെ എടുത്തു നോക്കൂ. എത്ര സാമ്പത്തിക തട്ടിപ്പുകൾ. പാർസൽ വന്നു എന്ന് പറഞ്ഞ് പണം തട്ടൽ. ഇതിലൊക്കെ കുടുങ്ങുന്നത് സാധാരണക്കാരല്ല, വിവരവും വിദ്യാഭ്യാസവും ഉള്ള നിങ്ങളെപ്പോലുള്ളവരാണ്. പറ്റിപ്പോയി ജ്യോത്സ്യരെ. ഇനി എന്തെങ്കിലും പരിഹാരം? ഉപ്പ് തിന്നാൽ വെള്ളം കുടിക്കണമെന്നത് ഒരു പ്രകൃതി നിയമമാണ്. നിങ്ങൾ ധാരാളം ഉപ്പ് അകത്താക്കിയല്ലോ, ഇനി വെള്ളം കുടിക്കാൻ തയ്യാറായിക്കോളൂ. അപ്പോ ജ്യോത്സ്യർ എന്നെ കൈവിടുക? ഞാൻ പിടിച്ചു വെച്ചിട്ട് എന്താ? ഇത്തരം പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ആലോചിക്കേണ്ടിയിരുന്നു. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ശരിയാണ്. ഇനിയിപ്പോ പേരുകളൊക്കെ പത്രത്തിൽ വരുമല്ലോ. നാണക്കേടാ. അല്ല, 55,000 രൂപ പെൻഷൻ വാങ്ങിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്തിനാ ഇങ്ങനെ വെറുതെ പാവങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരാൻ പോയത്? പറഞ്ഞല്ലോ, തെറ്റുപറ്റിയതാ. പക്ഷേ അഴിയെണ്ണാനുള്ള യോഗമൊന്നും ഈ ജാതകത്തിൽ കാണുന്നില്ലല്ലോ. സത്യാണോ? എന്താ സംശയം? എത്ര പീഡന കേസുകള്, കമ്മിറ്റിയുടെയും അല്ലാതെയും ആത്മഹത്യാ കേസ് വരെ തീരുമാനമാവാതെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. പക്ഷേ ഉറക്കം? എല്ലാ സൗഭാഗ്യങ്ങളും ദൈവം ഒരുമിച്ച് തരില്ലല്ലോ. കഴിഞ്ഞ 5 കൊല്ലമായി മാസം 1,600 രൂപ തോതിൽ വാങ്ങുന്നതല്ലേ. ഉറക്കമെങ്കിലും കുറച്ച് കുറയണമല്ലോ. ഈശ്വരാ, പരിഹാരക്രിയകൾ? മുക്കിയ പണം തിരിച്ചടക്കേണ്ടി വരും. പിന്നെ പേപ്പറിൽ അഴിമതിക്കാരനാണെന്ന പേര് വന്നേക്കാം. അപ്പൊ പിന്നെ മക്കളുടെ കല്യാണം? പേടിക്കണ്ട, ഇതുപോലെ 1000-ലധികം പേരുകളുണ്ടല്ലോ നിങ്ങളുടെ ഗ്രൂപ്പില്. ജാതകം ഒന്നും നോക്കാൻ നിൽക്കണ്ട, ചീത്തപ്പേരൊട്ട് പേടിക്കുകയും വേണ്ട. ഇതുപോലുള്ള വല്ലവരെയും കിട്ടും കല്യാണത്തിന്. ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും. അപ്പൊ പിന്നെ ചാണകം ചാരിയാൽ ബാക്കി പറയണ്ടല്ലോ. എന്റെ ജ്യോത്സ്യരെ. നെക്സ്റ്റ് ടോക്കൺ. കിഞ്ചന വർത്തമാനം സമാപിക്കുന്നു. രചന സി കൃഷ്ണകുമാർ. ശബ്ദ സാന്നിധ്യം: സി കൃഷ്ണകുമാർ, വിനോദ് കീഴേടത്ത്, സി മനോജ്.